ഹലോ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തന്നെ മീൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻകാരൻ വന്ന് വിളി കേട്ടപ്പോൾ ഞാൻ വേഗം പോയി മീൻ വാങ്ങി. ഈ നത്തോലിയും പിന്നെ ചെറിയ ഏട്ട ഉണ്ട് കേട്ടോ, ഏട്ട മീൻ. അപ്പോൾ ആ മീൻ വാങ്ങി വരുമ്പോൾ നമ്മളെ റോഡിൽ വെള്ളമൊക്കെ കുറേ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 ദിവസം നല്ല വെയിലായിരുന്നില്ല. അപ്പോൾ പൂച്ചതാ ഞാൻ മീൻ വാങ്ങിയിട്ട് പോരുമ്പോൾ എന്നെക്കാളും മുന്നേ പോയി സ്ഥാനം പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുറ്റൊക്കെ അടിച്ചേരി അതിന് ശേഷം അകം അടിച്ചേരിട്ട് കൊടുത്തതിന് അപ്പോൾ മോള് തുടക്കിയിട്ടുണ്ട്. മോന് സ്കൂളിൽ പോകുമ്പോൾ കുറച്ച് നേരം അവിടെ നോക്കിയിരുന്നു. അപ്പം ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും കിച്ചണിലേക്ക് വന്നു. ഉച്ചക്കലേക്കുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പച്ചപ്പയറില്ലേ, ചെറുപയർ, അതൊന്ന് കഴുകി അടുപ്പത്ത് കുക്കറിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണെന്ന് ഉപ്പേരി വെക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ. പയറോ വൻപയറോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഉപ്പേരി വെക്കണത് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതാ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതാ മീനില്ല തക്കാളിയൊക്കെ കട്ട് ചെയ്ത്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ഉലുവ ഇതൊക്കെ ഒന്ന് വഴറ്റിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണയിലാണ് കേട്ടോ പൊടികളൊക്കെ ഇട്ടുകൊണ്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും പെരുംജീരകവും അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് പുളിവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിക്കാൻ വെച്ച് അതിന് ശേഷമാണ് ഞാൻ മീൻ നന്നാക്കാൻ പോകുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നറിയോ, ഞാൻ മീനൊക്കെ കട്ട് ചെയ്ത് വരുമ്പോഴത്തേന് ആ ഒരു പൊടികളും തക്കാളിയും ഉള്ളിയും പുളിയൊക്കെ നന്നായിട്ട് തിളച്ച് വെന്തോളൂ കേട്ടോ. അപ്പോൾ ഈ ഏട്ടമീൻ നന്നാക്കാൻ ഭയങ്കര തല മുറിച്ചെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായി. ഞാൻ ഷാളൊക്കെ ചുറ്റി കിട്ടിയാണ്ട് ഒരുവിധം അമർത്തി മുറിച്ച് ഞാനും മീനുമായിട്ട് മല്ലിട്ട് അവസാനം ഞാൻ ചട്ടിയിലാക്കിയിട്ടോ കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതാ ഇവിടെ നല്ലോണം തിളക്കിയിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് തിളച്ച എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടെ കേട്ടോ. പിന്നെ ഇതാ ഞാൻ ആ ചെറിയ മീനുണ്ടല്ലോ, വെത്തൽ മീൻ, അതൊന്ന് മസാലയൊക്കെ തേച്ച് മോനോ പിന്നെ ഇത് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. വലിയ മീനൊന്നും കഴിക്കില്ല, ചെറുതേ കഴിക്കുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് കറിയൊക്കെ റെഡി ആയി. ഞാനൊരു ഉരുളിയിലാണ് വെച്ചിട്ട് അത്യാവശ്യം കറി ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി. നമ്മുടെ മൺചട്ടി ചെറുതായതുകൊണ്ട് കേട്ടോ. പിന്നെ ഞാൻ അത് ഉള്ളിയും പച്ചമുളകൊക്കെ വറുത്തിട്ട് നമ്മൾ ഉപ്പേരി റെഡിയാക്കിയിട്ടുണ്ട്. ഒന്ന് വറുത്തെടുത്തു. പിന്നെ 12:30 ആയിട്ടോ അപ്പോൾ സമയം. ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം ബാങ്ക് കൊടുക്കണം വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നല്ല മഴ പെയ്തത്. അപ്പോൾ മഴയൊക്കെ ഒന്ന് വീട് കൊടുത്താണ് ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചിട്ട് പിന്നെയാണ് ചോറൊക്കെ കഴിക്കട്ടോ. അപ്പോൾ ഇതാ കാക്ക വന്നു കണ്ട് ഇങ്ങനെ വാഴൻ്റെ ഇടയ്ക്കുണ്ട് കേട്ടോ. വാഴമ്മൽ മഴയും കൊള്ളണുണ്ട്, നല്ല രസം. അതിങ്ങനെ കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ വിളമ്പി. അപ്പോൾ ഞാൻ മഴയൊക്കെ കണ്ടിട്ട് കറണ്ടും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അകത്തേക്ക് പോയില്ല, കിച്ചണിൽ തന്നെ ഇരുന്ന് ചോറൊക്കെ കഴിച്ചപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ.